CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മറ്റൊരു സൂപ്പർ താരം കൂടി ടീം ഇടാൻ പോവുകയാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോട് അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ വിശദമായിട്ടുള്ള വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ലൈസിൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഏതായാലും ആദ്യത്തെ ഒരു വാർത്ത എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരങ്ങളായിട്ടുള്ള വിപിൻ മോഹനൻ, മുഹമ്മദ് ഐമൻ, മുഹമ്മദ് സഹീഫ്, ബികാഷ് യുമ്നം എന്നിവർ ഇന്ത്യൻ അണ്ടർ 23 ക്യാമ്പിൽ ചേർന്നു എന്നാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നുള്ളത്. അതേപോലെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും നല്ല രീതിയിൽ സന്തോഷിക്കാവുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ്. ഇനി അടുത്തൊരു വാർത്തയിലേക്ക് കടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അടുത്ത സീസണിന് മുൻപായി ടീമിലെ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ അയച്ചുപണികൾ നിലവിൽ നല്ല രീതിയിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ക്വാമി പെപ്ര എന്നുള്ള ആ ഒരു ഗാന സ്ട്രൈക്കറെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി കൈവിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ക്ലബ്ബുമായി കരാറിലുള്ള മിലോസിനെയും ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പകരം പുതിയ വിദേശ താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരാനാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ തീരുമാനമെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മോണ്ടിനിഗ്രോ ഡിഫൻഡർ ആയിട്ടുള്ള മിലോസ് സിൻഡിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിന്നും തായ്ലൻഡ് ക്ലബ്ബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്നുള്ളത്. ഏതായാലും ഈ ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വരിയിട്ടുള്ളത് പ്രശസ്ത കായിക മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മർഗുലാവ് തന്നെയാണ്. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇത്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിന്നും താരം തായ്ലൻഡിലേക്ക് ട്രാൻസ്ഫർ കൂടുമാറ്റം നടത്തുമെന്നാണ് നിലവിൽ അപ്ഡേറ്റ് എന്നുള്ളത്. ഇതോടെ മിലോസിന് പകരം പുതിയൊരു വിദേശ ഡിഫൻസ് താരത്തിന് സൈനിങ് ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇനി അടുത്തതായി പൂർത്തിയാക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം മിലോസ് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സീസണിലേത് പോലെയൊന്നുമല്ല കഴിഞ്ഞ സീസണിൽ അഥവാ ISLന്റെ 11ാമത്തെ സീസണിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അഥവാ മിലോസിന്റെ ഭാഗത്തു നിന്നും ഒരു ആരാധകൻ എന്ന രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ ഫോം ഔട്ട് ആയിട്ടായിരുന്നു മിലോസ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇനി ഇത് ബ്ലാസ്റ്റേഴ്സിന്റെ നല്ലൊരു ഡിസിഷൻ ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഈ രണ്ട് അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ആയിരിക്കപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.